ഹായ് മക്കളെ, നമ്മുടെ കെമിസ്ട്രി എക്സാമിന് ഇതാ മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞെങ്കിലും ചിലർക്കൊന്നും കെമിസ്ട്രി അങ്ങോട്ട് അത്ര ഈസി ആയിട്ട് അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന രൂപത്തിലുള്ള ഗ്രേഡൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ചിലർക്ക് ബിയും B+ഉം എയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടാകും. അതിലെ കെമിസ്ട്രിയിലെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന എന്നാൽ ടഫായിട്ടുള്ള ചില പോർഷൻസ് മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. ഇത് നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെച്ചാൽ നമ്മുടെ A+ലേക്കുള്ള ദൂരം ഒന്നും കൂടി കുറയും, പെട്ടെന്ന് A+ കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ കുറച്ച് സിമ്പിളായിട്ട് നമ്മളൊരു 3 ടോപ്പിക്സ് മാത്രം എന്ത് ചെയ്യുന്നു ഒന്ന് പഠിക്കാൻ വേണ്ടി പോവാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈസി ആയിട്ട് പഠിക്കും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണ് എസ്റ്ററിഫിക്കേഷൻ. കഴിഞ്ഞ നമ്മളെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എസ്റ്ററിഫിക്കേഷൻ ഉണ്ട്. നമുക്കറിയാം ഓർഗാനിക് കെമിസ്ട്രിയിലെ രാസപ്രവർത്തനങ്ങൾ കെമിക്കൽ റിയാക്ഷൻ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കാർബോക്സിലിക് ആസിഡ് ആൽക്കഹോളുമായി പ്രവർത്തിച്ചാലാണ് എസ്റ്റർ കിട്ടും, പ്ലസ് വാട്ടറും കിട്ടും. ഓക്കെ, ആ എസ്റ്റർ നമുക്കറിയാം നല്ല ഫ്രാഗ്രൻസ് ആയിട്ട് അല്ലേ, ഫ്രൂട്ടി അല്ലെങ്കിൽ പിന്നെ ഫ്ലവറിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടും. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. അതിൻ്റെ യൂസസ് ഒക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ കൺഫ്യൂഷൻ ആക്കുന്നത് എന്തൊക്കെ ചേർന്നാലാണ് എസ്റ്റർ കിട്ടുക എന്നുള്ള കാര്യമാണ്. നമുക്ക് വളരെ എളുപ്പമാണ്. നിങ്ങൾ എഴുതുമ്പോൾ ആദ്യം എപ്പോഴും കാർബോക്സിലിക് ആസിഡ് എടുക്കുക. ഈ കാർബോക്സിലിക് ആസിഡിൽ OH ഉണ്ടാവുമല്ലോ, COOH ആണ്, അതിൽ ആ OH എടുക്കുക. ആൽക്കഹോൾ ഉണ്ടാവുമല്ലോ, ആൽക്കഹോൾ നമുക്കറിയാം OH ഉണ്ട്, ആ OHൽ H എടുക്കുക. Hഉം OHഉം ആൽക്കഹോൾ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് കാർബണിൻ്റെ എണ്ണം അങ്ങോട്ട് പോയിക്കോട്ടെ, ലെഫ്റ്റിലേക്ക് വേണം ആ OH എടുക്കാൻ. ഓക്കെ, അപ്പോൾ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് എഴുതുന്ന രൂപത്തിൽ ആൽക്കഹോൾ എഴുതിയാൽ മതി എന്ന് മാത്രം. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഇതിലുള്ള OHഉം ഇതിലുള്ള Hഉം കൂടി കൂടിച്ചാൽ വാട്ടർ ഉണ്ടാകും. ബാക്കിയുള്ള ഭാഗം ദാ RCO ബാക്കി OR ഡാഷ് അത് അതേപോലെ കിട്ടും എസ്റ്റർ. ഒരു എക്സാമ്പിളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഞാനിതാ എത്തനോൾ എടുക്കുകയാണ്. എത്തനോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എത്തനോൾ അല്ല, എത്തനോയിക് ആസിഡ് അല്ലേ, CH3COOH. കാർബോക്സിലിക് ആസിഡ് എടുത്തു, പ്ലസ് മെത്തനോൾ എടുക്കുകയാണ്. മെത്തനോൾ ഇതാ CH3OH എന്ന് പൊതുവെ നമ്മൾ വലത്തോട്ട് കണ്ട് എഴുതുക. ഞാൻ പറയുന്നതിന് പകരം എന്ത് ചെയ്യുക, നിങ്ങൾ ഇടത്തോട്ടേക്ക് ആക്കി എഴുതുക. ഇതെന്തിനെങ്ങനെ എഴുതുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഇതാ ഇതിലുള്ള OHഉം ഇതിലുള്ള Hഉം കൂടി ചേർന്ന് കണ്ട് ഇവിടെ വാട്ടർ ഉണ്ടാവും. ആയിക്കോട്ടെ, വാട്ടർ ഉണ്ടായിക്കോട്ടെ, നോ പ്രോബ്ലം. ഇനി ബാക്കിയുള്ള ഭാഗം ചേർത്ത് എഴുതിയാൽ മതി മക്കളെ. ഒന്ന് ചേർത്ത് പറഞ്ഞേടാ, CH3CO CH3CO. ഓക്കെ, ഇനി ബാക്കി എന്നുള്ളത് OCH3 അപ്പൊ COO വരും, ദെൻ CH3. കണ്ടോ, വളരെ എളുപ്പമാണ്. CH3CO CH3CO OCH3. ഓക്കെ, ഇനി നമ്മൾ ഡൗട്ട് എന്താ, ഇയാൾക്ക് എങ്ങനെ പേരിടുന്നുള്ളതാണ്. എടാ, പേര് വളരെ എളുപ്പമാണ്. ഈ പറഞ്ഞ ആൽക്കഹോളിൽ നിന്ന് വരുന്ന ഭാഗമായിരിക്കും ഇതിൻ്റെ ആൽക്കൈൽ എന്ന് തുടങ്ങുന്ന ഫസ്റ്റ് ഭാഗം. ബാക്കി നമുക്കറിയാം കാർബോക്സിലിക് ആസിഡിൽ നിന്ന് വരുന്ന ഭാഗമായിരിക്കും ആൽക്കനോയേറ്റ് എന്ന് പറയുന്ന ഭാഗം. നോക്കാം നമുക്ക്. ഇതാരാടാ, മെത്തനോൾ അല്ലേ. അപ്പൊ ആ ഭാഗമാണ് ഫസ്റ്റ് പറയുന്നത്. മെത്തനോൾ വന്ന ഭാഗം എവിടെ ഇരുന്നു, ഇതല്ലേ. അപ്പൊ ഇത് ചേർത്ത് പറയാം, എവിടെ വരും, മീഥൈൽ. അതാണ് ഞാൻ പറഞ്ഞത്, ആൽക്കൈൽ. ഇനി ബാക്കി ആരാളുള്ളത്, 2 കാർബൺ ഉള്ള ഈ പറഞ്ഞ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് വന്ന ഭാഗമല്ലേ, അത് ആ പേരിന്റെ കൂടെ OH ചേർത്ത് പറയും. 2 കാർബൺ, ഈഥനോയേറ്റ്, മീഥൈൽ എത്തനോയേറ്റ് ഓർ ഈഥനോയേറ്റ്. റെഡി, പേരായടാ. അപ്പൊ കാർബോക്സിലിക് ആസിഡിന്റെ ഭാഗം അവസാനം, ആൽക്കഹോളിന്റെ ഭാഗം ആദ്യം. അതായിരിക്കും ആ പേരിൽ വരുന്നുണ്ടാവുക. ഇങ്ങനെ തന്നെ എഴുതി പോണേ, എന്നാലാണ് കറക്റ്റ് കിട്ടുക. റെഡി, അപ്പൊ വളരെ എളുപ്പമാണ്. നോക്കിക്കേ, നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. പൈനാപ്പിൾ, അത് കിട്ടാൻ കാരണമായിട്ടുള്ള എസ്റ്റർ ആരാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓറഞ്ചിന്റെ ഫ്രാഗ്രൻസ് ഉള്ള എസ്റ്റർ ആരാന്ന് ചോദിക്കും. അപ്പൊ ഇത് ഈ ടേബിൾ പഠിച്ചേക്കണം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ടേബിളാണ്, നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. ആ എസ്റ്റർ മാത്രം പഠിച്ചാൽ പോരാ, അത് ഉണ്ടാകാൻ. ഇപ്പൊ നിങ്ങൾ നോക്കാതെന്ന് പറഞ്ഞ് ഈഥൈൽ ബ്യൂട്ടനോയിറ്റ്, നേരത്തെ പറഞ്ഞു ചേർന്ന് ഈഥൈൽ, ഇത് എവിടെ വന്നിട്ടുണ്ടാവുക, നമ്മളെ ആൽക്കഹോളിൽ നിന്ന് അല്ലേ. ഏതായിരിക്കും ആൽക്കഹോള്, എത്തനോൾ. ഇനി ബ്യൂട്ടനോയേറ്റ്, OH എവിടെ വന്നിട്ടുണ്ടാവുക, കാർബോക്സിലിക് ആസിഡിൽ നിന്ന്. ബ്യൂട്ടനോയിറ്റ് വരുമ്പോൾ ബ്യൂട്ടനോയിക് ആസിഡ്. കണ്ടോ, ബ്യൂട്ടനോയിക് ആസിഡും ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യുക, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് വരച്ച് നോക്കുക. ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് വരച്ച് നോക്കുക, എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ വരിക, എങ്ങനെയാണ് ഇത് കിട്ടുന്നത്, അത് കറക്റ്റ് തന്നെയാണോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈസി ആണല്ലോ. ഇതുള്ളൂ എസ്റ്ററിഫിക്കേഷന്റെ കാര്യത്തിൽ. അപ്പോൾ ഈ പറഞ്ഞ ആസിഡിന്റെയും ആൽക്കഹോളും വെച്ച് എസ്റ്റർ ഉണ്ടാക്കാൻ അറിയണം.
എസ്റ്ററിന്റെ പേര് വെച്ച് കണ്ട് ആസിഡ് ആര ആൽക്കഹോൾ ആരെന്ന് കണ്ടെത്താൻ അറിയണം, ആ സ്ട്രക്ചർ വരയ്ക്കാൻ അറിയണം, അത് എവിടെയാണ് അതിന്റെ യൂസസ് എന്നുള്ള കാര്യം കൂടി അറിയണം. ഒരു 2-3 മാർക്ക് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. റെഡി? ഒന്നാമത്തെ ടോപ്പിക്ക് കഴിഞ്ഞു മക്കളെ. രണ്ടാമത്തെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ടഫുള്ള ഒരു ഏരിയയാണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, മോൾ സങ്കല്പനം. അതിൽ ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഒരു 80% മാർക്കും വാങ്ങാൻ പറ്റും. ആ മോളിന്റെ ഡെഫിനിഷൻ മാത്രം കിട്ടിയാൽ മതി. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഇത് അറിയുന്നവർക്കേ അടുത്ത കാര്യങ്ങൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ ചാപ്റ്ററിന് പ്രശ്നം. കുറച്ച് കാൽക്കുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ എന്തോ വലിയ സമ്പാദിച്ച കുട്ടികൾ വിചാരിക്കുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പഠിച്ചു കഴിഞ്ഞാൽ എത്ര ഈസി ആയിട്ടുള്ള ചാപ്റ്റർ വേറെ ഉണ്ടാവില്ല. ഓക്കെ, നോക്കിക്കേ, ഈ മോളിന്റെ ഡെഫിനിഷൻ, നിർവചനം എന്താ? ഒരു മോൾ എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ കാര്യമാണെങ്കിൽ എപ്പോഴും 2 ഇത് തന്നെ കാണണം, 2 പാർട്ടായിട്ട്. ഒന്ന് ആറ്റങ്ങളുടെ കാര്യം, 2 തന്മാത്രകൾ മോളിക്യൂൾസിന്റെ കാര്യം. ആറ്റത്തിന്റെ കാര്യമാണെങ്കിൽ ഒരു മോൾ ആറ്റം എടുത്താൽ അതിന്റെ മാസ് എത്രയാണ്? GAM ആണ്. GAM എന്താണെന്ന് ചോദിക്കരുത് കേട്ടോ, അത് നമ്മൾ കുറെ കാലമായി പഠിക്കാൻ തുടങ്ങിയത്. അറ്റോമിക മാസിനെ ഗ്രാമിൽ വിളിച്ച പേര് GAM. കാർബണിന്റെ GAM എത്ര? 12. ഹൈഡ്രജന്റെ GAM എത്ര? 1 ഗ്രാം. ഹീലിയം എത്ര? 4 ഗ്രാം. അത് നിർബന്ധമായിട്ട് പഠിച്ചേക്കണേ. അപ്പൊ ഞാൻ ഒരു മോൾ കാർബൺ എടുത്തു, അല്ലെങ്കിൽ വേണ്ട, ഒരു മോൾ ഹൈഡ്രജൻ ആറ്റം എടുത്തു. അപ്പൊ മാസ് എത്രടാ? ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1 ഗ്രാം. ആ ഒരു മോൾ ഹൈഡ്രജൻ ആറ്റത്തിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? അവോഗാഡ്രോ നമ്പർ ആറ്റം ഉണ്ടാകും. അതിന് നമ്മൾ STPയിൽ വോളിയം എടുക്കുകയാണെങ്കിലോ 22.4. നമുക്കറിയാം ആറ്റങ്ങൾ മിക്കവാറും STPയിൽ ചോദിക്കൂല, ഈ പോഷൻ മിക്കവാറും നമ്മൾ ചോദിക്കാറില്ല. എന്നാൽ മോളിക്യൂൾ ആണെങ്കിൽ നേരെ മാറി. ഒരു മോളാണോ? GMM ആണ്, മോളിക്കുലർ മാസ് ആണ്. അപ്പൊ 3 ആൾക്കാരുടെ മോളിക്കുലർ മാസ് നിർബന്ധം പഠിച്ചേക്കണം, അത് അറിഞ്ഞില്ലെങ്കിലും പഠിച്ചേക്കണം. കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാടാ പറഞ്ഞേ? 44 അല്ലേ? 44. വാട്ടർ എത്രയാണ്? 18 ഗ്രാം ആണ്. അമോണിയ 17 ഗ്രാം ആണ്. CH4 മീഥെയിൻ ഈ പറഞ്ഞ 16 ഗ്രാം ആണ്. മിനിമം 4 പഠിച്ചേക്കണം. H2 2 ഗ്രാം. H1 ഹൈഡ്രജൻ ആറ്റം ആകുമ്പോഴാണ് 1 ഗ്രാം. ഹൈഡ്രജൻ മോളിക്യൂൾ ആകുമ്പോൾ 2 ഗ്രാം. ഓക്കെ, അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയണേ. അപ്പോൾ 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 2 ഗ്രാം. 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂളിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? അവോഗാഡ്രോ എണ്ണം. ഇവിടെ ആറ്റംസ് ആയിരുന്നു, ഇവിടെ മോളിക്യൂൾ. 1 മോൾ ആണോ? കണ്ണടച്ച് എഴുതിക്കോണം, അവോഗാഡ്രോ എണ്ണം. നമ്പർ ഓഫ് പാർട്ടിക്കിൾ ചോദിച്ചാൽ അവോഗാഡ്രോ ആണ്. അത് 1 മോൾ ആണെങ്കിൽ അവോഗാഡ്രോ ആണ്. ആറ്റത്തിന്റെ കാര്യമാകുമ്പോൾ ആറ്റം എന്ന് പറയും, മോളിക്യൂൾ ആകുമ്പോൾ മോളിക്യൂൾ എന്ന് പറയും. അതിന്റെ വോളിയം എത്രയാണ്? വ്യാപ്തി എത്രയാണ്? 22.4 ലിറ്റർ ആയിരിക്കും അറ്റ് STP അല്ലാത്ത ഒന്നും നിങ്ങളോട് ചോദിക്കുകയും ചെയ്യൂല. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഞാനിതാ 1 മോൾ എന്തെടുത്തു? 1 മോൾ നൈട്രജൻ എടുത്തു. നൈട്രജൻ. ഓക്കെ, നൈട്രജൻ അറ്റോമിക് മാസ് എത്രയാടാ? 7 ഗ്രാം ആണ്. അപ്പൊ അതിന്റെ അറ്റോമിക് മാസ് GAM ചോദിക്കുകയാണെങ്കിൽ 1 മോൾ നൈട്രജൻ ആറ്റത്തിൽ മാസ് എത്ര എന്ന് ചോദിച്ചാൽ 7 ഗ്രാം. 1 മോൾ നൈട്രജനിൽ എത്ര ആറ്റംസ് ഉണ്ട്? അവോഗാഡ്രോ നമ്പർ ആറ്റം. കാരണം 1 മോൾ ആണോ? അവോഗാഡ്രോ. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ അപ്പുറത്ത് ചോദിക്കുന്നതാ. 1 മോൾ നൈട്രജൻ എത്ര മോളിക്യൂൾ ആണ് എടുത്തത്? തന്മാത്ര എടുത്തത്. അതിന്റെ മാസ് എത്ര? അപ്പൊ ഈ പറഞ്ഞ 7 ആകുമോ? ഇല്ല, അവിടെ നമ്മൾ GMM എടുക്കണം. നൈട്രജന്റെ GMM എന്ന് പറയാ ഇത് N ആണ്. ഇതാരാ? ഇത് N2. ഇത് ആറ്റമാണ്. ഇതാരാ? മോളിക്യൂൾ ആണ്. മോളിക്യൂൾ ആകുമ്പോൾ 2 നൈട്രജൻ ആറ്റം ഉണ്ട്. അപ്പൊ എത്ര വരും? 14 ഗ്രാം ആയിരിക്കും അതിന്റെ മാസ്. അതിൽ എത്ര മോളിക്യൂൾ ഉണ്ട്? അവോഗാഡ്രോ, നോ ഡൗട്ട്. അവോഗാഡ്രോ നമ്പർ ആറ്റം അല്ല, മോളിക്യൂൾസ് ആണ്. ഇവിടെ ആറ്റം ആയതുകൊണ്ട് ആറ്റം എന്ന് പറയും. അതിൽ വോളിയം എത്രയാണ്? STPയിൽ നൈട്രജന്റെ വോളിയം 1 മോൾ അല്ലേ? കണ്ണടച്ച് എഴുതിക്കോ, 22.4 ലിറ്റർ അറ്റ് STP. ഇത് നിങ്ങൾ എന്ത് ചെയ്യാറിയോ? ഇതേ സാധനം തന്നെ ഓക്സിജൻ വെച്ചൊന്ന് എഴുതി വെക്കുക. ഓക്സിജൻ ആകുമ്പോൾ ഇവിടെ എന്ത് ചേഞ്ച് ആണ് വരിക എന്നുള്ളത് നിങ്ങൾ നോട്ട് ബുക്കിൽ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി നോക്കണം. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആകും. ഓക്കെ, പിന്നെ ഇത് എപ്പോഴും വരുന്നത് എന്താ? ഈ പറയുന്ന രൂപത്തിൽ നമ്പർ ഓഫ് മോളും അതേപോലെ മാസ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾ, വോള്യം, ഇതൊക്കെ വെച്ചുള്ള ഇക്വേഷൻസ് ആണ്. അപ്പൊ നമ്മോട് ചോദിക്കണേ, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. 100 തന്നു. ഈ 100 എന്തോ ആകാം കേട്ടോ. 100 ഗ്രാം 100 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എത്ര മോളാണ്? വെറുതെ ക്വസ്റ്റ്യൻ ഇട്ടാണ്. അപ്പൊ ഈ ഗ്രാം എന്ന് തന്നാൽ മനസ്സിലാക്കിക്കോ, ഈ ഗിവൺ ഡാറ്റ ഉണ്ടല്ലോ, ക്വസ്റ്റ്യനിൽ ചോദിച്ച സാധനം ഉണ്ടല്ലോ, അത് കറക്റ്റ് ഐഡിയ കിട്ടിയെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല. ഈ ഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ആണ് അല്ലേ? അത് പറഞ്ഞ വെറും സിംപ്ലി 100 എന്ന് മാത്രം തരികയാണെങ്കിലോ, അത് മാസ് അല്ല, വോള്യവും അല്ല, നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക.
ഇനി അതല്ല 100 ലിറ്റർ എന്ന് തരികയാണെങ്കിലോ അത് നമുക്ക് മനസ്സിലാകും വോള്യത്തെ കുറിച്ചാണ്. ഇതൊക്കെ നമുക്ക് എളുപ്പം കിട്ടും. എന്താ അറിയോ, ഈ പറഞ്ഞ ഡാറ്റ വെച്ചുകൊണ്ട് ആദ്യം മോളിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനത്തെ ചോദിക്കും എത്ര മോളാണ് നോക്കാം. നമുക്ക് ഇതാ 100 പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 100 പാർട്ടിക്കിൾ ഏതാ ചോദിച്ചത്, അല്ലെങ്കിൽ നൈട്രജൻ എടുക്കാം. നമുക്ക് നൈട്രജൻ 100 പാർട്ടിക്കിൾ നൈട്രജൻ അല്ലെങ്കിൽ ഓക്സിജൻ എടുത്തു. അത് എത്ര മോളാ? സിമ്പിൾ ആണ്. അവിടെ നൈട്രജൻ ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും ഒക്കെ ഈ പാർട്ടിക്കിൾ അല്ലേ 100 ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ ചെയ്യണം. അതിന്റെ കറക്റ്റ് ആൻസർ ഒന്നും വേണ്ടടാ, 100 ഡിവൈഡ് ബൈ അവോഗാഡ്രോ തിരിച്ചാലും മതി. ഓക്കെ, നമ്മൾ ചോദിക്കുന്നത് 100 ഗ്രാം നൈട്രജൻ എടുത്തത്. 100 ഗ്രാം നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് എത്രയാണ്? 100 ഗ്രാം. നൈട്രജന്റെ GAM അല്ല, നൈട്രജൻ മോളിക്യൂളാണ്. നൈട്രജൻ എന്ന് മാത്രം തന്നാൽ മോളിക്യൂളാണ്. ആറ്റം ആണെങ്കിൽ പ്രത്യേകം പറയും നൈട്രജൻ ആറ്റം എന്ന് പറയും. മോളിക്യൂൾ ആയതുകൊണ്ട് എത്രയായിരുന്നു? 14 അല്ലെ. GMM എത്രയായിരുന്നു? 14. അപ്പൊ 100 ഡിവൈഡഡ് ബൈ 14. അതിന്റെ ആൻസർ എത്രയാണോ അത്രയും മോള്. ഇതല്ല 100 ലിറ്റർ എന്ന് തന്നിട്ടുള്ളത്. അപ്പൊ മനസ്സിലാക്കാം വോള്യമാണ്. ആ വോള്യത്തിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? 22.4 ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് മോള് കിട്ടും. അപ്പൊ ഈ നമ്പർ ഓഫ് മോള് കിട്ടാനുള്ള 3 ഇക്വേഷൻ എന്ത് ചെയ്യണടാ? നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ എന്താ തന്നത് നോക്കുക. എന്നിട്ട് ആദ്യം മോളിലേക്ക് മാറ്റുക. ചിലപ്പോൾ എന്താ അറിയോ, ഇത് തരും 100 ഗ്രാം എന്ന് തരും, 100 ഗ്രാം തരും. എന്നിട്ട് ചോദിക്കും വോള്യം എത്രയെന്ന് ചോദിക്കും. അപ്പൊ ആദ്യം ഈ ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്യുന്നു? മോള് കാണുന്നു. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് 5 മോൾ എന്ന് കിട്ടി. വെറുതെ ആൻസർ പറയാം കേട്ടോ, 5 മോൾ. എങ്കിൽ ആ 5 മോൾ ഇവിടെ കിട്ടിയല്ലോ, അത് ഈ ഇക്വേഷനിൽ കൊണ്ട് അപ്ലൈ ചെയ്യുക. ഇവിടെ 5 കിട്ടി, ഇവിടെ എത്രയെന്ന് അറിയില്ല, ബൈ 22.4. അപ്പൊ ഇയാൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 × 22.4 112 ലിറ്റർ. അതായിരിക്കും ആ വോള്യം. അപ്പോൾ ഇത് തന്നുകാണ്ട് ഇത് ചോദിക്കും. എങ്ങനെ ചോദിച്ചാലും ആദ്യം മോള് കാണാനുള്ള ഈ 3 ഇക്വേഷൻ പഠിച്ചാൽ ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, പിന്നെ എപ്പോഴും ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതിന്റെ ആപ്ലിക്കേഷൻ ആണ്. അതാണ് ഏറ്റവും ടഫുള്ള ഒരു ഭാഗമായിട്ടുള്ളത്. നമുക്ക് ചോദിക്കാം, നമ്മുടെ കെമിസ്ട്രി തന്നെ നമ്മുടെ 10ാം ക്ലാസ്സിലെ ഏറ്റവും ടഫായിട്ടുള്ള ഭാഗം ഈ പറഞ്ഞ പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല, സിമ്പിൾ ആണ്. നോക്കിക്കേ, 2SO2 + O2 gives 2SO3 അല്ലേ. 2 മോൾ സൾഫർ ഡയോക്സൈഡ് എടുത്തു. 2 മോൾ. എടാ, ഈ പറഞ്ഞ മോളിക്യൂൾ എത്രയാണോ അത് തന്നെയാണ് മോളിന്റെ എണ്ണായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ 2 മോളും 2 മോളിക്യൂളും കൂടി ഒന്നാണെന്നല്ല പറഞ്ഞത്. ഇതിനെ നമ്മൾ മോളായിട്ട് എടുത്താലും ഇതിന്റെ വാല്യൂവിൽ ഒരു മാറ്റം വരില്ല. ഇത് പറഞ്ഞതിന്റെ ഡാറ്റ എന്താ? 2 മോളിക്യൂൾ SO2, 1 മോളിക്യൂൾ O2 gives 2 മോളിക്യൂൾ SO3 അങ്ങനല്ലേ പറഞ്ഞത്. അതിന് പകരം നമുക്ക് 2 മോൾ 2 മോൾ SO2 പ്ലസ് 1 മോൾ O2 2 മോൾ SO3 കിട്ടും എന്ന് എഴുതുന്നത് കറക്റ്റ് ആയിരിക്കും. 2 മോൾ എടുത്തത് എങ്കിൽ 1 മോൾ ഓക്സിജനുമായി ചേർന്നാൽ എത്ര കിട്ടും? 2 മോൾ SO3 കിട്ടും. ഒന്നാമത്തെ ആൻസറായി. 20 മോൾ SO3, ഈ 2 മോൾ ഇതിന് പകരം 20 മോൾ SO3 ആണെങ്കിൽ എത്ര ഓക്സിജൻ വേണം? എടാ, ഇതിനെ 10 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10 മോൾ O2. സിമ്പിൾ സിമ്പിൾ. ഇനി ഇതാണ് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത്. STPയിൽ 224 ലിറ്റർ കിട്ടണം. SO3 എത്രയാണ്? 224 ലിറ്റർ. അപ്പൊ നമ്മൾ നോക്കണം, എന്താ ഇവിടെ 2 മോളാണ്. 1 മോളാണെങ്കിലാണ് എന്ത് വരിക? 1 മോളാണെങ്കിൽ, ഞാൻ ഈ ഭാഗം മാത്രം ഒന്ന് റൈസ് ചെയ്യണേ. 1 മോളാണെങ്കിലാണ് എന്ത് ചെയ്യുക? 22.4 അല്ലേ. 1 മോളാണെങ്കിൽ 22.4. 2 മോളാണെങ്കിലോ 44.8 ലിറ്റർ ആണ് SO3 ഉള്ളത്. 1 മോളിലുള്ള 22.4, 2 മോളാകുമ്പോൾ 44.8. എടാ, ഇവിടെ എത്ര ഉള്ളത്? 224. അഥവാ ഇതിന്റെ 5 ടൈംസ് ആണ് ഇത് 224. റൈറ്റ് അല്ലെ. 44.8ന്റെ 5 ഇരട്ടിയാണ് 224. എങ്കിൽ എത്ര സൾഫർ ഡയോക്സൈഡ്, അതിന്റെ വാതകത്തിന്റെ വ്യാപ്തം എത്ര? ഇയാളെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ SO2 എത്ര വേണമെന്നാണ്. ഇതിനും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. 1 മോൾ എന്ന് പറയാം എത്ര? 22.4. 5 മോൾ എന്ന് പറയുമ്പോഴോ 1 മോൾ 22.4. ഇവിടെ 2 മോൾ എടുത്തുക്കണ്. അപ്പൊ ഇവിടുത്തെ വാല്യൂ എത്രയാണ്? 44.8. അപ്പൊ എത്ര കിട്ടും? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 224 തന്നെ വേണം. കാരണം എന്തേ? ഈ പറഞ്ഞ ആളും എന്താണ്? ഈക്വൽ ആയിട്ടാണ് മോൾ ഉള്ളത്. ഒന്നുകിൽ ഇങ്ങനെ കണക്കൊക്കെ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 2 മോൾ SO2 2 മോൾ SO3 അല്ലെ, ഈക്വൽ വോള്യമാണ്. അതുകൊണ്ട് 224 ലിറ്റർ SO3 ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 224 ലിറ്റർ ആരിന് വേണം? ഈ പറഞ്ഞ SO2 സൾഫർ ഡയോക്സൈഡ് വേണം.
ഇത്ര ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഒരു ചാപ്റ്റർ മുഴുവൻ പഠിക്കേണ്ട കാര്യമാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി ഏറ്റവും കൂടുതൽ കുട്ടികൾ കൺഫ്യൂഷൻ വരുന്ന ഏരിയയാണ് നമ്മുടെ ഇക്വലിബ്രിയം എന്ന് പറയുന്നത്, അല്ലേ? സന്തുലനാവസ്ഥ. വളരെ സിമ്പിൾ, ഒറ്റൊരു ചോദ്യത്തിലൂടെ ഇതിലെ മുഴുവൻ കാര്യങ്ങളും ഞാൻ പറയാൻ വേണ്ടി പോകും. ഒന്ന്, ഇങ്ങനെ ഒരു ഇക്വേഷൻ തരും, എന്നിട്ട് ചോദിക്കും നമ്മളോട് ഇതിലെ കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ് ഇതൊക്കെ എങ്ങനെയാണ് ഈ സന്തുലനാവസ്ഥയിൽ ഇക്വിലിബ്രിയത്തിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ചോദിക്കും. അതിൻ്റെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷൻ, അഥവാ ഈ പറഞ്ഞ സന്തുലന പ്രക്രിയയിൽ എന്ത് ചെയ്യുന്നു, ഫോർവേഡ് റിയാക്ഷൻ നടക്കുമോ അതല്ല ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുമോ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. കൂടുതൽ ഉൽപ്പന്നങ്ങൾ കിട്ടുമെന്ന് ചോദിക്കും. അതെങ്ങനെ നമ്മൾ ചെയ്യുക? വളരെ എളുപ്പമാണ്. ആദ്യത്തെ എടുക്കാം കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ നമുക്കറിയാം, ഇവിടുത്തെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അപ്പം എന്ത് ചെയ്യും, കൂടുതൽ പ്രോഡക്റ്റ് കിട്ടും. അതല്ല ഇവിടുത്തെ കോൺസെൻട്രേഷൻ കുറച്ചാലോ, അപ്പൊ ബാക്ക്വേർഡ് ആയിരിക്കും നടക്കേണ്ടത്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. ഒറ്റ പോയിന്റ് പഠിക്കുള്ളൂ. റിയാക്റ്റന്റിന്റെ അഭികാരകത്തിന്റെ ഗാഢത കൂട്ടിയാൽ ഫോർവേഡ്, അപ്പൊ കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാവും. ഇനി ഓപ്പോസിറ്റ് പറഞ്ഞേ, ഇവിടുത്തെ കോൺസെൻട്രേഷൻ കൂട്ടിയാലോ, ഗാഢത കൂട്ടി, എടാ ഇവിടെ കൂട്ടിയപ്പോ ഇങ്ങോട്ട്, അപ്പൊ ഇവിടെ കൂട്ടിയാലോ ലെഫ്റ്റ്ക്ക്, ബാക്ക്വേർഡ് ആയിരിക്കും നടക്കുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ശരിക്ക് ഈ പറഞ്ഞ ഗാഢത കുറയ്ക്കണം. ഇവിടെ കുറച്ചാൽ എന്ത് സംഭവിക്കും, ഇങ്ങോട്ടുള്ള റിയാക്ഷൻ തന്നെ നടക്കും. ഒന്ന് വരച്ചു നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അതാണ് കോൺസെൻട്രേഷൻ. രണ്ട്, പ്രഷർ. എന്താ പ്രഷർ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം അറിയോ, എണ്ണി നോക്കണം. എങ്ങനെ, ഇവിടെ എത്ര മോളിക്യൂൾ, 2+1, ടോട്ടൽ 3 മോളിക്യൂൾ. ഇവിടെ എത്ര മോളിക്യൂൾ ഉള്ളൂ, 2 മോളിക്യൂൾ. ഒറ്റ പോയിന്റ് പഠിച്ചാൽ മതി. പ്രഷർ കൂട്ടിയാൽ കൂടുതലുള്ളിടത്ത് നിന്നും കുറഞ്ഞ നമ്പർ ഓഫ് മോളിക്യൂൾ അടുത്തേക്കുള്ള റിയാക്ഷൻ ഏതോ അത് നടക്കും. ഇവിടെ 3 അല്ലേ, ഇവിടെ 2 അല്ലേ, ഇവിടെ അല്ല കൂടുതൽ, ഇവിടെ അല്ല കുറവ്. കുറവുള്ളിടത്തേക്കുള്ള റിയാക്ഷൻ നടക്കും. അപ്പൊ അത് നടക്കുക, ഫോർവേഡ് നടക്കും. ഓക്കെ, ഇനി പ്രഷർ കുറച്ചാലോ, ഇതിന് നേരെ ഓപ്പോസിറ്റ് പറയാ, കുറഞ്ഞിടത്തേക്കുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ പകരം കൂടുതലുള്ളിടത്തേക്കുള്ള റിയാക്ഷൻ ഏതോ അത് നടക്കും. ടെമ്പറേച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ കാര്യം ശ്രദ്ധിക്കാറുള്ളൂ. ടെമ്പറേച്ചർ കൂടിയാൽ ഈ പറഞ്ഞ എക്സോതെർമിക് അല്ല എൻഡോതെർമിക് റിയാക്ഷൻ നടക്കും. താപനില കൂടിയോ ഏത് നടക്കും, എൻഡോതെർമിക് താപാകിരണ പ്രക്രിയ നടക്കും. എടാ, നിങ്ങൾക്ക് തരുന്ന എല്ലാ റിയാക്ഷനും 99% ചാൻസിൽ ഇവിടെയാണ് ഹീറ്റ് വരിക. അഥവാ രാസപ്രവർത്തനം നടന്നാൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. അഥവാ ഇതാണ് ഇവിടുത്തെ എക്സോതെർമിക്. അപ്പൊ ഇതായിരിക്കും എന്ത്, എൻഡോതെർമിക്. ബാക്ക്വേർഡ് ആണ് എൻഡോ. ടെമ്പറേച്ചർ കൂട്ടിയോ എൻഡോ നടക്കും, അഥവാ ബാക്ക്വേർഡ് നടക്കും. അപ്പൊ ശരിക്ക് കൂടുതൽ അമോണിയ കിട്ടാൻ ടെമ്പറേച്ചർ നന്നായിട്ട് കൂടാൻ പറ്റുമോ, പറ്റൂല. ടെമ്പറേച്ചർ കൂടിയാൽ ഫോർവേഡ് ആണ് നടക്കുക, ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് വേണ്ടത്. പക്ഷേ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറയ്ക്കാൻ പറ്റുമോ, 0 ഡിഗ്രിയിൽ പറ്റില്ല. ഒരു മിനിമം ടെമ്പറേച്ചർ വേണം. അതിന് നമ്മൾ വിളിച്ച പേരായിരുന്നു ഒപ്റ്റിമം ടെമ്പറേച്ചർ, അല്ലേ? 450 ഡിഗ്രിയാണ് അവിടുത്തെ അമോണിയന്റെ കേസിൽ ഒപ്റ്റിമം ടെമ്പറേച്ചർ ആയിട്ടുള്ളത്. നാലാമത്തെ സംഗതി എന്താ, കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് ഞാൻ ഇതിലിട്ട് കൊടുത്തു. നമുക്കറിയാം അമോണിയ ഉണ്ടാക്കുമ്പോൾ കാറ്റലിസ്റ്റ് ഏതാണ്, സ്പോഞ്ചി അയേൺ ആണ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്താ ഉപയോഗിക്കുക, സന്തുലനാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ, ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാറ്റലിസ്റ്റിന് റോളൊന്നുമില്ല. കാരണം എന്തേ, ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡും ഈക്വൽ ആയിരിക്കുമല്ലോ. അതല്ലോ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുക. ഓക്കെ, എന്നാൽ രാസപ്രവർത്തനം തുടങ്ങുമ്പോഴാണ് ഈ കാറ്റലിസ്റ്റ്, അല്ലെ, ഉൽപ്രേരകം ഇട്ടുകൊടുക്കുന്നതെങ്കിൽ വേഗത്തിൽ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും, അല്ലെ? അതിന്റെ ഗ്രാഫ് നമുക്കറിയാം, അല്ലെ? ഇത്, അല്ലെ, ഈ പറഞ്ഞ ഫോർവേഡ് റിയാക്ഷൻ, ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ, രണ്ടും കൂടി ഈക്വൽ ആകുമ്പോഴാണല്ലോ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുക. എന്നാൽ അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു, കാറ്റലിസ്റ്റ് ഉൽപ്രേരകം എടുക്കുന്നു. അപ്പൊ ഇവിടെ ഇത്രയും സമയം എടുത്തു എന്ത്, സന്തുലനാവസ്ഥയിൽ എത്താൻ. ഉൽപ്രേരകം ഇട്ട് കൊടുത്താലോ ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡ് കൂടും, ബാക്ക്വേർഡിന് റിയാക്ഷൻ സ്പീഡും കൂടും. ഈ ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും എന്ത് ചെയ്തു, അയാള് ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേർന്നു. വേഗത്തിൽ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കുക, അതാണ് ആരുടെ പണി, കാറ്റലിസ്റ്റിന്റെ പണി. ഇത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്യുക. നമ്മൾ അമോണിയ കൊടുത്തിട്ടുണ്ട്, അവിടെ എന്ത് ചെയ്യുന്നു, അല്ലെ? അമോണിയ എന്ത് ചെയ്തു, ഇവിടുന്ന് റിമൂവ് ചെയ്തു, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്തു, പ്രഷർ ഡിക്രീസ് ചെയ്തു, ഹൈഡ്രജൻ ആഡ് ചെയ്തു, സ്പോഞ്ചി അയൺ ആഡ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഇതിൻ്റെ ഫോർവേഡ് റിയാക്ഷന് ആണോ നടക്കുക, ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ നടക്കുക എന്നുള്ളത് എന്ത് ചെയ്യണം, മക്കൾ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം.
ഈ 3 ടോപ്പിക്കും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മളെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക. എക്സാമിന് നന്നായിട്ട് എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.